അപ്രീഷിയേറ്റ് സാധനമാണ്. അത് നിങ്ങൾ സദസ്സിലേക്ക് തേച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങളെ ആഗ്രഹിക്കുന്ന കിടക്കുന്നത് നിങ്ങളിങ്ങനെ കണ്ടു ചോദിക്കും. അതാണ് ഈ വെൽവെറ്റ് മസ്ക് എന്ന് പറഞ്ഞിട്ട്. അത് 6 മില്ലിക്ക് 500 രൂപ. അത് പൊടി വായിച്ചതാണ്. പിന്നെ ദുബായിലെ ഷേഖുമാർ അടിക്കുന്നൊന്നുമില്ല. ദുബായ് ഷേഖുമാർ നിങ്ങൾ അറബികൾ പോകുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അതിതാണ് ഈ കാര്യം. ഇത് കൊള്ളാം. ഈ കത്തിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ ഒരു 450 ഉണ്ട്, 300 ഉണ്ട്, 150 ഉണ്ട്, അല്ല 200 ഉണ്ട്. എന്താ വെച്ചാൽ ഒന്ന് ദുബായിൻ്റെ ആണ്, ഒന്ന് യമൻ്റെ ആണ്, ഒന്ന് നമ്മുടെ നാടനാണ്. ഈ കത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 450 റുപ്യേൻ്റെ സാധനം കത്തിച്ച് നിങ്ങൾ AC റൂമാണെങ്കിൽ നിങ്ങൾ 2 മണിക്കൂർ കത്തിച്ച് പോയി കഴിഞ്ഞ് പിറ്റേന്ന് റൂമിലേക്ക് വരാൻ സ്മെല്ല് അവിടെ തന്നെ നിൽക്കും. മറ്റു 300 യമൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കത്തിച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ സ്മെല്ല് വന്നുകൊണ്ടിരിക്കും. ആൾക്കാർ ചോദിക്കും ഇത് എന്താണ് സ്മെല്ല് എന്ന് വെച്ചിട്ട്. അതിനാണ് ഈ മെയിൻ. നല്ലൊരു വർക്കത്തായിരിക്കും. അതൊരു വർക്കത്താണ്. നമുക്ക് ഭയങ്കര മനസ്സൊക്കെ ഭയങ്കര നമ്മൾ വെന്തി നമ്മളൊരു അത്തറെന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊരു പെരുത്തപ്പെട്ടു പോകുന്ന സാധനമാണ്. നമ്മൾ എന്ത് വെറുക്കപ്പെടില്ല, എന്ത് സമയത്ത് വെറുക്കപ്പെടില്ല, ഈ അത്ര വെറുക്കപ്പെടില്ല. ഞാൻ അത്തറിന്റെ ആളാണ്. ഈ അത്രയാണ് കണ്ടുകൊണ്ടിരിക്കാം. നമുക്ക് അത്ര ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് സ്ട്രെസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഒരു സ്മെല്ലോട് കൂടിയിട്ടാണ് നമ്മൾ വീട്ടിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ അങ്ങനെ ഉണ്ടാവുന്നത്. മനസ്സിന് ഭയങ്കര ഒരു അതിലായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓണം വിഷുവിനൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു സ്പ്രേ ഉണ്ടായിരുന്നു, ഒരു 6 മില്ലിൻ്റെ സ്പ്രേ. അതിൻ്റെ ഭാഗം കൊടുക്കുന്നതാണ്. ഇപ്പം ഞാൻ അത് ഇറക്കി, ആ സാധനം ഇറങ്ങിയിട്ടില്ല. അപ്പം ഞാൻ കൊടുക്കുന്ന സാധനമാണ് ഈ ക്രീം. എൻ്റെ ഭാഗം ഗിഫ്റ്റ് അയച്ചു ഓണത്തിന് വിഷുവിന് ക്രിസ്മസിന് നമ്മളെ റമളാനിന് അതെല്ലാവർക്കും കൊടുത്തു. അതിൽ ജാതി മതം നോക്കലൊന്നുമില്ല, എല്ലാവർക്കും കൊടുത്തു ഞാൻ. അപ്പോൾ നമ്മുടെ ഈ സ്ഥലം വരുന്നത് നമ്മുടെ കാസ കിച്ചൻ്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇവിടെ മെട്രോൻ്റെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പുള്ളിയുടെ കച്ചവടം നല്ല തകർത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഉഷാറ് പരിപാടിയാണ്. സാധനങ്ങളെല്ലാം നല്ല അടിപൊളി സാധനങ്ങളാണ് ഇവിടെ ഇറക്കുമതി ചെയ്തേക്കുന്നത്. എല്ലാം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഞാനും മേടിച്ചു കുറച്ച് സാധനങ്ങൾ. പുള്ളിയുടെ ഞാനും കുറച്ച് സാധനങ്ങൾ മേടിച്ചു. പുള്ളി എനിക്കും പ്രോമിസ് ചെയ്തതുപോലെ എനിക്കും ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മളിപ്പോൾ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തവണ കാണാം. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളോട് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇല്യാസുക്ക നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഇവിടുന്ന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് പുള്ളിയുടെ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇതല്ല, ഇത് കൂടാതെ നമ്മൾ പോകാൻ നേരത്ത് നമ്മൾ വിളിച്ച് വീണ്ടും ഒരു ഗിഫ്റ്റ് കൂടെ പുള്ളിയുടെ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ നമുക്ക് തന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ അത്ര ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൊഡക്റ്റ്, ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ലൊക്കേഷൻ മറക്കണ്ട, നമ്മുടെ വാഴക്കാലിൽ അൽ കാസ കിച്ചൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്.